രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി ഉയരുന്ന ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിച്ചാൽ ഒരു പരിധിവരെ പ്രമേഹം മൂലമുണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകളെ നിയന്ത്രിക്കാനാകും. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞതും അന്നജം കുറഞ്ഞതും ഫൈബറും പ്രോട്ടീനും കൂടുതൽ അടങ്ങിയിരിക്കുന്നതുമായ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പ്രമേഹമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് പ്രമേഹമുള്ളവർ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങളാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഈ പറയുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പ്രമേഹമുള്ളവരുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും BP കുറയ്ക്കാനും വെയിറ്റ് കൺട്രോൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, പ്രമേഹമുള്ളവർ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണമാണ് ഫാറ്റി ഫിഷ്. മത്തി, അയല, സാൽമൺ തുടങ്ങിയ മത്സ്യങ്ങളിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളമായി കാണപ്പെടുന്നു. ഇത് പ്രമേഹമുള്ളവരുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും, ഹൃദയാരോഗ്യം ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും, കൂടാതെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്താനും സഹായിക്കും. മാത്രമല്ല വൈറ്റമിൻ ഡിയും മത്സ്യങ്ങളിൽ കാണപ്പെടുന്നു. ഈ വൈറ്റമിൻ ഡി ഇമ്മ്യൂൺ ഫങ്ഷൻസ് ശരിയായി നടക്കാനും സഹായിക്കും. ഗ്രിൽ ചെയ്തും കറി രൂപത്തിലും ബേക്ക് ചെയ്തും സ്റ്റീം ചെയ്തുമൊക്കെ മത്സ്യങ്ങൾ നിങ്ങൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 2. നട്ട്സ് ആൻഡ് സീഡ്സ്. പ്രമേഹമുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളിൽ ബെസ്റ്റ് ചോയ്സ് ആണ് നട്ട്സ് ആൻഡ് സീഡ്സ്. ഇതിൽ ഹെൽത്തി ഫാറ്റ്സ്, പ്രോട്ടീൻ, ഫൈബർ, എസെൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയിരിക്കുന്നു. ഇതിലെ ഫൈബറാണ് ഷുഗറിൻ്റെ അബ്സോർപ്ഷൻ മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്നത്. കൂടാതെ ദഹനം മെച്ചപ്പെടുത്താനും ഈ ഫൈബർ തന്നെയാണ് സഹായിക്കുന്നത്. ഹെൽത്തി ഫാറ്റ്സ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് ആൽമണ്ട്സ് അല്ലെങ്കിൽ ബദാം, അതുപോലെ തന്നെ സീഡുകളും. പ്രമേഹമുള്ളവർക്ക് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ് സീഡ്സ്, പ്രത്യേകിച്ച് ചിയ സീഡ്സിൽ ഹൈ ഫൈബറും ഒമേഗ 3 ഫാറ്റ്സും ഉള്ളതിനാൽ ബ്ലഡ് ഷുഗർ സ്റ്റെബിലൈസ് ചെയ്യാൻ സഹായിക്കും. 3. ഹോൾ ഗ്രെയിൻസ് അഥവാ മുഴുധാന്യങ്ങൾ പ്രമേഹമുള്ളവർക്ക് കഴിക്കാവുന്നതാണ്. ഇതിൽ ഫൈബർ, വൈറ്റമിൻസ്, മിനറൽസ് ഉള്ളതിനാൽ ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യുന്നതിനും പ്രമേഹമുള്ളവരുടെ ഓവറോൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. കൂടാതെ ഗ്ലൈസീമിക് സൂചിക ഹോൾ ഗ്രെയിൻസിൽ കുറവായതിനാൽ ബ്ലഡ് ഷുഗർ ലെവൽ പെട്ടെന്ന് ഉയരുന്നത് തടയാൻ ഇത് സഹായിക്കും. ഹൈ ഫൈബർ ഉള്ളതിനാൽ കാർബോഹൈഡ്രേറ്റ് ആഗിരണം മന്ദഗതിയിലാക്കാനും അതോടൊപ്പം ബ്ലഡ് ഷുഗർ സ്പൈക്സ് ഒഴിവാക്കാനും ഈ ഭക്ഷണങ്ങൾ സഹായിക്കും. ഓട്സ്, ബ്രൗൺ റൈസ്, ക്വിനോവ, ബാർലി, ഹോൾ വീറ്റ് ഇതെല്ലാം പ്രമേഹമുള്ളവർക്ക് കഴിക്കാവുന്നതാണ്. അടുത്തത് ബെറീസ്. ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പഴങ്ങളാണ് ബെറീസ്. ഇതിലെ വൈറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻസ് എല്ലാം ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്താൻ സഹായിക്കും. കൂടാതെ ഹൈ ഫൈബർ ഉള്ളതിനാൽ ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ മന്ദഗതിയിലാക്കാനും സഹായിക്കും. മാത്രമല്ല ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ബെറീസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. റാസ്ബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി ഇവയെല്ലാം നിങ്ങൾക്ക് ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സ്നാക്സായും നിങ്ങൾക്ക് ബെറീസ് കഴിക്കാം. ഓട്സ് സ്മൂത്തികളിലൊക്കെ ബെറീസ് ആഡ് ചെയ്ത് കഴിക്കാം. യോഗട്ടിൽ ബെറീസ് ആഡ് ചെയ്ത് കഴിക്കാം. അടുത്തത് സിനമൺ ആൻഡ് ടർമറിക്. പ്രമേഹമുള്ളവരുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും ഓവറോൾ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്ന നല്ലൊരു ഹെർബാണ് കറുവപ്പട്ടയും മഞ്ഞളും. ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും കറുവപ്പട്ട വളരെ നല്ലതാണ്. പാൻക്രിയാസിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന നല്ലൊരു ഹെർബാണ് മഞ്ഞൾ. കൂടാതെ പ്രമേഹത്തിനോടനുബന്ധിച്ചുള്ള മറ്റു കോംപ്ലിക്കേഷൻസും ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും സഹായിക്കുന്ന നല്ലൊരു ഹെർബ് കൂടിയാണ് മഞ്ഞൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം പ്രമേഹമുള്ളവർക്ക് ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും പ്രമേഹത്തിനോടനുബന്ധിച്ചുള്ള മറ്റു പ്രയാസങ്ങളും ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുമൊക്കെ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ്. ഇത് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്